ആദ്യം മലയാളിയായ വ്യക്തിയിലാണ് HIV ബാധ സ്ഥിരീകരിക്കുന്നത്. ഇതോടെ ഇയാളുടെ സംഘാംഗങ്ങളെ കൂടി പരിശോധിച്ചു. 2 മാസത്തിനിടയിൽ നടന്ന പരിശോധനയിലാണ് 10 പേർക്ക് HIV ബാധ സ്ഥിരീകരിച്ചത്. ഒരേ സിറിഞ്ചോ അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കുന്ന സിറിഞ്ചിലൂടെയോ ആണ് രോഗം പകരുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിപ്പോ നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഉണ്ടാകാം. ഇപ്പോൾ വളാഞ്ചേരിയിലെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 10 പേരും പ്രത്യേകം നിരീക്ഷണത്തിലാണ്. ഹായ്, നമസ്കാരം. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘത്തിൽപ്പെട്ട 10 പേർക്ക് എയ്ഡ്സ് എന്ന രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് നമുക്കിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഞെട്ടലോടുകൂടി തന്നെ ആയിരിക്കാം ഇന്ന് ഈ വാർത്ത എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുക. ഇത് മലപ്പുറം ജില്ലയിൽ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള 3 പേർക്കും ബാക്കിയുള്ളത് നമ്മുടെ ജില്ലയിലുള്ള ആൾക്കാർക്കും തന്നെയാണ് ഈ ഒരു രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരേ സംഘത്തിലെ 10 പേർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ഒരാൾക്ക് വെച്ച സിറിഞ്ച് തന്നെയാണ് മറ്റൊരാൾക്ക് വെച്ചിട്ടുണ്ടായിരിക്കുക. ആ ഒരു സിറിഞ്ചിലൂടെ തന്നെ ആയിരിക്കാം ഇവർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കാം. സാധ്യതയുണ്ട്. എല്ലാവരും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. രോഗം ബാധിച്ചവർ ഒരേ സിറിഞ്ച് ഉപയോഗിച്ചതിനൊപ്പം ഉപയോഗിച്ച സിറിഞ്ചിൽ വിതരണക്കാർ വീണ്ടും ലഹരി നിറച്ച് ഉപയോഗിക്കാൻ നൽകിയതും രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ട്. DMOയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരും. ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി ലഭിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തും. സംസ്ഥാനത്താകെ ഓരോ മാസവും ശരാശരി 10ലധികം കേസുകൾ ഉണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം ഇത് സംബന്ധിച്ച് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാണ്. ലഹരിക്ക് അടിമയായിട്ട് നടക്കുന്ന ആൾക്കാർ ഈ സിറിഞ്ച് ഉപയോഗിക്കുന്നത് പതിവാണ്. കാരണം അവർക്ക് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ ഓരോരുത്തർക്കായിട്ട് അവർ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിലാർക്കെങ്കിലും ഒരാൾക്ക് ഇതുപോലെയുള്ള ഒരു രോഗം ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും കൂടി ബാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഓർക്കുക, ഈ ലഹരി കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് നശിക്കുന്നത് നിങ്ങളുടെ കുടുംബം തന്നെയായിരിക്കും. നിങ്ങളുടെ കുടുംബം മാത്രമല്ല, ഇനി ബാക്കിയുള്ളവരും ഒന്നും അറിയാത്ത കുറേ ആൾക്കാർ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കും കൂടിയാണ് ഇത് ബാധിക്കുന്നത്. ഇന്നത്തെ കാലത്ത് എന്തോ പാഷൻ കണക്കാണ് ഈ ഒരു സംഭവം എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ HIV ബാധിച്ചതിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ്റെ ശരീരത്തിലെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയാണ് ഫലമായിട്ടാണ് പുതിയ പുതിയ രോഗങ്ങൾ ശരീരത്തേക്ക് കയറുകയും നമ്മുടെ രക്താണുക്കളെല്ലാം നശിച്ച് നാരായണ പണ്ടാരമടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് വിചാരിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല, നമുക്കത് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കാൻ പറ്റുള്ളൂ. കാരണം ഒന്നും അറിയാത്ത വീട്ടുകാർ അവിടെ കാത്തിരിപ്പുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്ന ഓരോ കോപ്രായങ്ങളിലും അവരാണ് പെടുന്നത്. ചിലപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പല പല കാര്യങ്ങൾ കാണാം. അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അമ്മയ്ക്ക്, ഭാര്യയ്ക്ക്, കുട്ടികൾക്ക് അങ്ങനെ പലർക്കും വരാം. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. നമ്മൾ സ്വന്തമായിട്ട് പ്രതിജ്ഞ എടുത്താലേ ഈ ഒരു കാര്യം ഇല്ലാണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ലഹരി ഉപയോഗിക്കുന്നത് നിർത്തലാക്കുക. ഇതിപ്പോൾ വന്നിരിക്കുന്ന ഒരേ സിറിഞ്ചിൽ വെച്ചിട്ടാണ് ഈ ഒരു ആൾക്കാർക്ക് വന്നിരിക്കുന്നത്. ഈ സിറിഞ്ച് വെച്ച ആൾക്കാരിൽ ആർക്കും ഒരാൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ട്. ആ ഒരു സിറിഞ്ച് അടുത്ത ആൾക്ക് വെച്ചു. അങ്ങനെയാണ് ഈ ഒരു സംഭവം ഇന്ന് വന്നിരിക്കുന്നത്. എന്തോ ആ ഒരു എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ ആ പ്രോഗ്രാമിൻ്റെ ഫലമായിട്ട് അറിയാൻ സാധിച്ചതാണ് ഈ ഇത്രയും പേർക്ക് സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുക, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഒരുപാട് പേരുണ്ടായിരിക്കും. അവരെ കൂടിയാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കും. നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമായിരിക്കാം ഈ ഒരു കുടുംബം പോലും നശിക്കുന്നത്. നിങ്ങൾ കാരണം അവർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാണ്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള നടപ്പ് വഴിയൊക്കെ നിർത്തിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പഠിക്കും. കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ ഇപ്പോൾ ടാറ്റു അടിക്കണം എന്ന പേരിലും കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു സൂചിയിൽ വെച്ചിട്ട് അടുത്ത ആൾക്ക് ആ ടാറ്റു അടിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ലഹരി എന്ന് പറയുന്ന സാധനം കുത്തി കയറ്റുന്നത്. അതുകൊണ്ട് മാക്സിമം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോകാം. എയ്ഡ്സ് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പം എന്തായാലും ഹോസ്പിറ്റലിലാണ്. അപ്പം ഇവരുടെ കൂടെ ഇടപഴകിയ ആൾക്കാരെയൊക്കെ ഇനി കണ്ടുപിടിച്ചാൽ മാത്രമേ ആർക്കൊക്കെ ഉണ്ടെന്ന് അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായിരുന്നാലും ആർക്കും വരാണ്ടിരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം.